ഇസ്ലാം എന്ന ഗോത്ര കഥ ഇന്ന് അതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളിലുമൊക്കെ വലിയ പ്രതിസന്ധിയെ നേരിടുന്നതായിട്ടാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഇസ്ലാമിൻ്റെ ഉറവിടം തന്നെ ആയിട്ടുള്ള അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതോടുകൂടി രാജഭരണം നിലനിൽക്കുന്ന അവിടെയൊക്കെ ഇന്ന് കാലത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമമാണ് നടക്കുന്നത്. അതേസമയം അഫ്ഗാനിസ്ഥാൻ പോലുള്ള ചില സ്ഥലങ്ങളിൽ മതഭീകരവാദികൾ 6-ാം നൂറ്റാണ്ടിൻ്റെ കാടത്വം നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നത് മറ്റൊരു വിരോധാഭാസം കൂടിയാണ്. അഫ്ഗാനിസ്ഥാനിൽ പോയി ഇന്നലെയും വെള്ളിയാഴ്ചയായിരുന്നു, ഇന്നലെയും പൊട്ടി പള്ളി, കഴിഞ്ഞ വെള്ളിയാഴ്ചയും പൊട്ടി പള്ളി, അതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ചയും പൊട്ടി പള്ളി. ഇങ്ങനെ പള്ളികൾ വെള്ളിയാഴ്ചകളിൽ പൊട്ടിത്തെറിക്കുന്നതാണ് അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ 40-40 കൊല്ലമായിട്ട് ഇസ്ലാമിക ഭരണം വലിയ ആവേശത്തോടു കൂടി നമ്മുടെ ഇസ്ലാമിസ്റ്റുകളൊക്കെ ഊറ്റം കൊണ്ടിരുന്ന ഇസ്ലാമിക ഭരണം നടന്നിരുന്ന രാജ്യമാണ് ഇറാൻ. 1979 അന്നത്തെ ഏകാധിപതിയായിരുന്ന ഷാ ചക്രവർത്തിയുടെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക വിപ്ലവം നടന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിപ്ലവമായിരുന്നില്ല അവിടെ ആരംഭിച്ചിരുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പിണിയാളായി പ്രവർത്തിച്ചിരുന്ന ഷാ ഭരണത്തിനെതിരായിട്ട് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ഒക്കെയാണ് ആദ്യം അവിടെ വിപ്ലവം ആരംഭിച്ചത്. അതിലേക്ക് വന്ന് ചേരുകയാണ് ഖൊമൈനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിസ്റ്റുകൾ. അവസാനം അട്ടിമറി നടന്നു ഭരണം പിടിച്ചെടുത്തതോടുകൂടി കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പുറത്താവുകയും ഇസ്ലാമിസ്റ്റ് ഭരണം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ആ ഭരണത്തിൻ്റെ ആദ്യത്തെ ഇരകളായിട്ട് മാറിയത് ഈ കൂടെ നിന്ന അല്ലെങ്കിൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ച കമ്മ്യൂണിസ്റ്റുകാർ തന്നെയായിരുന്നു. 10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ ഒരു കാരണവും കൂടാതെ കൊന്നൊടുക്കിക്കൊണ്ടാണ് ഇസ്ലാമിക ഭരണം അവിടെ ആരംഭിച്ചത്. ഇന്ന് ഇറാനിലെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഇന്ന് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു സാധനമാണ് ഇസ്ലാമും ഇസ്ലാമിക ഭരണവും. ഖൊമൈനി ഭരണം പിടിച്ചെടുത്തിട്ട് തുടങ്ങിയത് ഒരു പ്രത്യേക തരത്തിലുള്ള തിയോക്രാറ്റിക് ഡെമോക്രസിയാണ്. എന്ന് വെച്ചാൽ അധികാരത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ അധികാരവും ഒരു മത നേതാവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാക്കി കുറച്ച് കാര്യങ്ങളിൽ മാത്രം ജനാധിപത്യവും ജനങ്ങളുടെ പങ്കാളിത്തവും ഒക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേകതരം ഡെമോക്രസിയാണ് അവിടെ നടപ്പിലാക്കിയത്. അതിൽ ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടങ്ങൾക്കൊന്നും കാര്യമായ അധികാരം ഇല്ല, ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് വളരെ ന്യൂനപക്ഷമായി മാറിയിട്ടുള്ള ഈ മതമേധാവിത്വത്തിന് തന്നെയാണ് ഇപ്പോഴും സൈന്യത്തെ നിയന്ത്രിക്കാനും ഭരണം നിയന്ത്രിക്കാനും മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെയുള്ള അധികാരം ജനങ്ങൾക്ക് അധികാരം ഇല്ല. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് അവിടെ തെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇസ്ലാം വേണ്ടാന്ന് തന്നെയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, വളരെ മുമ്പ് തന്നെ ആയത്തുള്ള ഖൊമൈനിയുടെ കീഴിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് മുഹമ്മദ് ഖാത്തമിയെ പോലുള്ള ഇടതുപക്ഷ അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിയുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് 80%-ലേറെ വോട്ടാണ് ജനങ്ങളിൽ നിന്ന്. ഇസ്ലാമിക നിയമം മാറ്റിയിട്ട് ശരീഅത്ത് നിയമമൊക്കെ മാറ്റിയിട്ട് ആണിനും പെണ്ണിനും തുല്യ സ്വത്തവകാശം നൽകും എന്നൊക്കെയായിരുന്നു പ്രകടന പത്രികയിൽ വരെ ഈ മുഹമ്മദ് ഖാത്തമിയൊക്കെ അന്ന് പറഞ്ഞിരുന്നത്. അതിനാണ് 80% ജനങ്ങൾ വോട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഇസ്ലാമും ശരീഅത്തും വേണ്ട എന്ന് തന്നെയാണ് അവിടെ കുറേ കാലമായിട്ട് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷങ്ങളായി അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ചില സർവേ റിപ്പോർട്ടുകളിൽ നമ്മൾ കണ്ടു, അവിടുത്തെ 50% ആളുകളും നിരീശ്വരവാദത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. മതവിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പുതിയ ജനറേഷൻപ്പെട്ട ആളുകൾക്കൊന്നും ഇസ്ലാമും മതവും ദൈവമൊന്നും ഇല്ലാതായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് അടുത്ത കാലത്ത് അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഇസ്ലാമിക ഭരണത്തിൻ്റെ അന്ത്യമണി മുഴങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ്, അതിൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ് കൃത്യമായ സൂചനയായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഏറ്റവും അവസാനം ഉണ്ടായ പ്രശ്നം 22 വയസ്സുള്ള ഒരു യുവതിയുടെ ഹിജാബിന് മുറുക്കം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തലമറച്ചതിൽ ചെറിയ അപാകതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുടി പുറത്ത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സദാചാര പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മാതിരി നാട്ടുകാർ ഇടപെടുന്ന പോലീസല്ല, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പോലീസിൻ്റെ തന്നെ മറ്റൊരു വിഭാഗമാണ് മോറൽ പോലീസ് എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ മുത്തവ പോലീസ് പോലെയുള്ള പോലീസ്.
ആ പോലീസുകാർ ഈ യുവതിയെ പിടിച്ചു കൊണ്ടുപോയിട്ട് തലക്കടിച്ച് മസ്തിഷ്കത്തിന് ക്ഷതമേൽക്കുകയും അങ്ങനെ കോമയിലാവുകയും ആശുപത്രിയിൽ കിടന്ന് ആ യുവതി മരിക്കുകയും ചെയ്തു. നോക്കൂ, ഒരു സ്ത്രീ വസ്ത്രം ധരിച്ചപ്പോൾ അതിൻ്റെ ഹിജാബിന് മുറുക്കം കുറവായതുകൊണ്ട് കുറച്ച് മുടി പുറത്ത് കണ്ടു എന്ന ഒരു കാരണത്താലാണ് ഒരു ചെറുപ്പക്കാരിയെ അടിച്ച് കൊലപ്പെടുത്തിയത് അവിടുത്തെ മത പോലീസ്. ഇത് ഇന്ന് ഇറാനിൽ വലിയൊരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇറാനിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇറാൻ എന്താണ് കൃത്യമായി അവിടെ നടക്കുന്നത് എന്ന് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ മൊത്തം കട്ട് ചെയ്തിരിക്കുകയാണ് ഇറാനിലെ ഭരണകൂടം. അവിടുന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും അവിടുത്തെ വിവരങ്ങളോ ചിത്രങ്ങളോ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ടും പുറത്തു വരുന്ന കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അവിടെ സ്ത്രീകളടക്കം മുഴുവൻ ജനങ്ങളും തെരുവിലിറങ്ങിയിട്ട് ഹിജാബ് കത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രതീകാത്മകമായിട്ട് സ്ത്രീകൾ റോഡിൽ തീ കൂട്ടിയിട്ട് ഓരോരുത്തരും വന്നിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് ഈ ഹിജാബും തട്ടവും എടുത്തിട്ട് കൊണ്ടുപോയി കത്തിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ അവിടെ പൊതുജനങ്ങളുടെ മധ്യത്തിൽ വന്നിട്ട് തങ്ങളുടെ മുടി മുറിച്ച് ആ മുടി കൊണ്ട് കൊടി കെട്ടിയിട്ടൊക്കെയാണ് പ്രതിഷേധിക്കുന്നത്. മുടി വേണ്ട ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മുടി മുറിച്ച് കത്തിക്കുകയും മുടി മുറിച്ച് വലിച്ചെറിയുകയും മുടി മുറിച്ച് കൊടിയുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് തസ്ലീമ നസ്രീൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ഇറാനിലെ ഇപ്പോഴത്തെ ദേശീയ പതാക എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങളുടെ മുറിച്ച മുടി കൊണ്ടൊരു കൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കൊടിയുടെ ചിത്രമാണ് ഈ കാണുന്നത്. ഇങ്ങനെ മുടി മുറിച്ചിട്ടും തട്ടം കത്തിച്ചിട്ടും ഹിജാബ് കത്തിച്ചിട്ടും തെരുവ് കൈയടക്കിയിരിക്കുകയാണ്. ഇറാനിലെ 30-ലേറെ നഗരങ്ങൾ ഇന്ന് സമരക്കാരുടെ പിടിയിലാണ്. പോലീസ് ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കുകയല്ല, തിരിഞ്ഞോടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെ സമരക്കാർ റോട്ടിലിറങ്ങിയാൽ പോലീസുകാർ സമരക്കാരെ അടിച്ചു ഓടിക്കുകയാണ് ചെയ്യാറെങ്കിൽ ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത് സമരക്കാർ പോലീസുകാരെ അടിച്ചോടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഭരണകൂടത്തിൻ്റെ എല്ലാ പിടിയും അയഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഭരണകൂടത്തിന് ഇനി അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇറാനിൽ വന്നിരിക്കുന്നു. ഇസ്ലാമിക ഭരണത്തിൻ്റെ മയ്യത്ത് കബറടക്കമാണിപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പാശ്ചാത്യ ലോകം ഒന്നടങ്കം ഇറാനിലെ പ്രക്ഷോഭകാരികൾക്ക് പിന്നിൽ അണിനിരന്ന് കഴിഞ്ഞു. അതിൻ്റെയും ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അമേരിക്ക കുറേ കാലമായിട്ട് ഇറാനുമായിട്ട് ഭയങ്കര സംഘർഷത്തിലായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇറാനിലെ സമരക്കാർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇന്നലെ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ലോകം മൊത്തം ഈ സമരക്കാരുടെ പിന്നിലും ഇറാനിലെ ഭരണകൂടം, ഇസ്ലാമിക ഭരണകൂടം സമൂഹത്തിന് മുമ്പിൽ ലഭ്യരായി ഒറ്റപ്പെട്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണെന്ന് ഇറാനിൽ നിന്ന് വരുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നോക്കൂ നിങ്ങൾ, ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണം പോലുള്ള ഏറ്റവും മൗലികമായിട്ടുള്ള ഒരു സ്വകാര്യത അവകാശം, അതിൽ വളരെ നിസ്സാരമായിട്ടുള്ള തട്ടം ധരിച്ച പെൺകുട്ടിയുടെ തട്ടത്തിന് പുറത്തുനിന്ന് കുറച്ച് മുടി പുറത്ത് കണ്ടു എന്നതിൻ്റെ പേരിൽ സദാചാര പോലീസ്, സർക്കാരിൻ്റെ പോലീസ് ശരീഅത്തും നിയമവും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ തല അടിച്ച് പൊട്ടിക്കുകയും അത് കൊല്ലപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ 21-ാം നൂറ്റാണ്ടിലും ലോകത്തിൻ്റെ മുമ്പിൽ എന്താണ് കാഴ്ചവെക്കുന്നത്? ഇത് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത്. 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര മനുഷ്യൻ എന്ന് പോലും പറയാൻ പറ്റില്ല, എന്തോ മാനസിക വിഭ്രാന്തി ബാധിച്ച ഒരു മനുഷ്യൻ, എന്തൊക്കെയോ ചില അമിത ലൈംഗികാസക്തി പോലുള്ള എന്തോ മനോരോഗം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അതിൻ്റെ കൂടെ ചില ഹലൂസിനേഷൻ പോലുള്ള വിഭ്രാന്തികൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ താൻ ദൈവത്തിൻ്റെ ദൂതനാണ് എന്നും പറഞ്ഞ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മാനസിക വികാരങ്ങൾക്കനുസരിച്ച് ഉരുവിട്ടു പോയിട്ടുള്ള വിഡ്ഢിത്തങ്ങളും അസംബന്ധങ്ങളുമാണ് ഇസ്ലാം എന്നൊരു മതത്തിൻ്റെ ഐഡിയോളജിയായി രൂപപ്പെട്ടത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഖുർആൻ ക്ലാസ്സിലും മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര മനുഷ്യൻ്റെ വിവരക്കേടുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വകാര്യതയിലേക്കും മനുഷ്യൻ്റെ ഏറ്റവും മൗലികമായ അവകാശങ്ങളിലേക്കുമൊക്കെ ഈ രീതിയിൽ ആക്രാമകമായി കടന്നു കയറുന്ന ഭ്രാന്തന്മാർ ഇന്നും ലോകത്തുണ്ട് എന്നതും അവർക്ക് ഭരണമുള്ള രാജ്യങ്ങൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു എന്നതും എത്ര അപമാനകരമായൊരു കാര്യമാണ്. ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മതവിശ്വാസങ്ങൾക്കും ആ മതവിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യൻ്റെ ജീവിതത്തെ ഈ രീതിയിൽ നിയന്ത്രിക്കുന്നതിനൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത്? എന്തുകൊണ്ടാണ് ഇത്തരം അപ്രാകൃതമായ നിയമങ്ങൾ ഇസ്ലാമിൽ വന്നത് എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രവും ഈ ഖുർആൻ്റെ വെളിപാടിൻ്റെ ചരിത്രവും സന്ദർഭവും ഒക്കെ നോക്കിയാൽ നമുക്കറിയാം. എന്താണ് ഈ ഹിജാബും മറയൊക്കെ വന്നത്? മുഹമ്മദിൻ്റെ ഭാര്യമാർക്ക് വൈകുന്നേരം അപ്പിയിടാൻ പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നിയമമാണത്.
കാരണം അന്ന് കക്കൂസുകളില്ല, വീട്ടിൽ കക്കൂസില്ല, പുറത്തും കക്കൂസില്ല. അന്ന് വെളിമ്പറമ്പിൽ പോയിട്ട് വേണം മലവിസർജനവും മറ്റും ചെയ്യാൻ. അങ്ങനെ സ്ത്രീകൾ രാത്രിയാവാൻ കാത്തു നിൽക്കുകയായിരുന്നു ഈ പണിക്ക്. അങ്ങനെ രാത്രിയാവുന്നതോടുകൂടിയാണ് സ്ത്രീകൾ പറമ്പിൽ പോയിട്ട് ഇങ്ങനെ വിസർജനത്തിലൊക്കെ പോയിരുന്നത്. രാത്രിയെ വസ്ത്രമാക്കിക്കൊണ്ട്, അതാണ് ഇന്നലെ ഞാൻ ഖുർആൻ ക്ലാസ്സിൽ പറഞ്ഞത്, രാത്രിയെ വസ്ത്രമാക്കിക്കൊണ്ടാണ് സ്ത്രീകൾ പോയിരുന്നത്. ആ സമയത്ത് സ്ത്രീകൾ പുറത്തിറങ്ങുന്ന സമയം നോക്കിയിട്ട് പൂവാലന്മാർ സ്ത്രീകളെ ശല്യം ചെയ്യാനായിട്ട് കാത്തിരുന്നിരുന്നു. ആരാണ് പൂവാലന്മാരുടെ നേതാവ്? ഉമ്മറൊക്കെയാണ് നേതാവ്. അങ്ങനെയുള്ള ആൾക്കാർ കാത്തു നിൽക്കുകയും ഇവരെ ശല്യം ചെയ്യുകയും ചെയ്തപ്പോൾ ശല്യം ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ മുഹമ്മദിൻ്റെ ഭാര്യമാരും കൂടെ പെട്ടുപോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അവരെ വേർതിരിച്ചറിയാൻ വേണ്ടി മറ്റുള്ളവരിൽ നിന്നും മുഹമ്മദിൻ്റെ ഭാര്യമാരെയും അതുപോലെ ഈ കുലീന കുടുംബത്തിൽപ്പെട്ട മുസ്ലിങ്ങളുടെ ഭാര്യമാരായിട്ടുള്ള ആളുകളെയും, അതായത് ശല്യം ചെയ്യാൻ ആ അർഹതയുള്ളവരെ അർഹതയില്ലാത്തവരിൽ നിന്ന് വേർതിരിച്ചറിയാൻ വേണ്ടി ഉമ്മറിനെ പോലെയുള്ള പൂവാലന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ച് അള്ളാഹു ഇറക്കിക്കൊടുത്ത ആയത്താണ് ഹിജാബിൻ്റെ ആയത്ത്. ഇതാണ് ഖുർആനിലെ ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയ സന്ദർഭമായിട്ട് പറയുന്നത്. ആ സാധനം എടുത്തിട്ടാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ ധാർമ്മിക നിയമമാണ് ഇത് എന്നും പറഞ്ഞുകൊണ്ട് ഇന്നും ഈ വിഡ്ഢിത്തങ്ങൾ, ഈ അസംബന്ധങ്ങൾ, ഈ നെറികേടുകൾ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇതൊക്കെ ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ സോഷ്യൽ മീഡിയ കാലത്തുള്ള ഒരു വലിയ സൗഭാഗ്യം. സൗദി അറേബ്യയിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ മതം ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അവിടുത്തെ രാജകുമാരനൊക്കെ വന്നിട്ട് പുതിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. വെറുതെ ഒന്നുമല്ല, അയാളുടെ മാത്രം ബുദ്ധിയിൽ നിന്ന് ഉദിച്ചതല്ല, മറിച്ച് കാലിൻ്റെ അടിയിൽ മണ്ണൊഴുകി പോകുന്നത് കണ്ടിട്ട് നിർബന്ധിത അവസ്ഥയിലാണ് ഇത്തരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്. അതേസമയത്ത് ഇറാൻ പോലുള്ള മൗലികവാദികൾ ഭരിക്കുന്ന രാജ്യങ്ങളിൽ മനുഷ്യരെല്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും കുറച്ച് സൈനിക ശക്തിയും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇത്തരം അതിക്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ബഹുഭൂരിപക്ഷം മനുഷ്യരും പുതിയ തലമുറ ഒന്നടങ്കം ഈ വിഡ്ഢിത്തങ്ങളെ ഉപേക്ഷിച്ച് മനുഷ്യരായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മതവും ഈ മതത്തിൻ്റെ മൗലികവാദവും ഈ മതത്തിൻ്റെ ഭരണവും അതിൻ്റെ നിയമങ്ങളുമൊക്കെ ഒരു നൂറ്റാണ്ട് പോലും ഇനി നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ കാലഹരണപ്പെട്ട് കഴിഞ്ഞതാണ് എന്ന് ലോകം തിരിച്ചറിയുന്നതോടൊപ്പം നമ്മളും തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.